നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. 10 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ മൂന്നിയൂർ സ്വദേശിക്ക് 45 വർഷം തടവിനും 70,000 രൂപ പിഴയും ശിക്ഷ. രണ്ടാം പ്രതിയായ പ്രതിയുടെ ഭാര്യയെ വെറുതെ വിട്ടു. മൂന്നിയൂർ നെടുമ്പറമ്പിൽ താമസക്കാരനും കളത്തിങ്ങൽപ്പാറ സ്വദേശിയുമായ കുന്നത്ത് കുട്ടിയാലി എന്നയാളെയാണ് തിരൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവിയർ വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത്. 2021 ഡിസംബർ 25-നാണ് കേസിനാസ്പദമായ സംഭവം. 25-നും തൊട്ടടുത്ത 2 ദിവസങ്ങളിലുമായി പ്രതി താമസിക്കുന്ന നെടുമ്പറമ്പിലെ വാടക ക്വാർട്ടേഴ്സിലേക്ക് 10 വയസ്സുകാരനെ പ്രലോഭിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന് പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയെന്നാണ് കേസ്. തിരുരങ്ങാടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. IPC 367 പ്രകാരം 5 വർഷം സാധാരണ തടവും 10,000 രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 1 മാസം സാധാരണ തടവും, പോക്സോ ആക്ട് 5I പ്രകാരം 20 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 3 മാസം കഠിന തടവും, പോക്സോ ആക്ട് 5M പ്രകാരം 20 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും, പിഴയടച്ചില്ലെങ്കിൽ 3 മാസം കഠിന തടവ് എന്നിങ്ങനെയാണ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. പ്രതി പിഴയടക്കുകയാണെങ്കിൽ 50,000 രൂപ സർവൈവർക്ക് നൽകുവാനും ഉത്തരവായി. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന സന്ദീപ് കുമാർ MP ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ഹാജരായി. പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി 14 സാക്ഷികളെ വിസ്തരിക്കുകയും 17 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ NP സീമ പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.